ഏഷ്യ പസഫിക് മേഖലയ്ക്ക് മുകളിൽ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ കഴിയുന്ന ചൈനയുടെ അത്യാധുനിക റഡാർ ഉപഗ്രഹത്തിന്റെ രഹസ്യം പുറത്ത്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ചൈനയെ സംബന്ധിച്ച് സാങ്കേതിക മേൽക്കോയ്മയുടെ സുപ്രധാന വിവരമാണ് പുറത്തുവരുന്നത്. ഏഷ്യ പസഫിക് മേഖലയെ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ കഴിയുന്ന അത്യാധുനിക റഡാർ ഉപഗ്രഹം അവർ വിന്യസിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോകത്തെ അമ്പരപ്പിക്കുന്ന ഈ സാങ്കേതിക മുന്നേറ്റത്തിനു പിന്നിൽ ഗാലിയം നൈട്രൈഡ് എന്ന അപൂർവ സെമി കണ്ടക്ടർ പദാർത്ഥമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. 3 വർഷം മുമ്പ് വിക്ഷേപിച്ച ലൂഡിതാൻസ് 401 എന്ന ഉപഗ്രഹത്തിലാണ് ചൈന തങ്ങളുടെ ചാരക്കണ്ണുകൾ വിന്യസിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 35,786 കിലോമീറ്റർ ഉയരത്തിലുള്ള ജിയോ സിൻക്രണസ് ഭ്രമണപഥത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ സിന്തറ്റിക് അപ്പേച്ചർ റഡാർ ഉപഗ്രഹമാണ് ലൂഡിതാൻസ് 401. ഭൂമിയുടെ ഭ്രമണവേഗത്തിന് ഒപ്പമാണ് ഈ ഉപഗ്രഹം സഞ്ചരിക്കുന്നത്. അതിനാൽ ഏഷ്യ പസഫിക് മേഖലയിലെ പ്രദേശങ്ങൾ മുഴുവൻ തുടർച്ചയായ നിരീക്ഷണ പരിധിയിലാക്കാൻ ഇതിനാകും. സാധാരണ റഡാർ ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ ഉയരത്തിലുള്ള താഴ്ന്ന ഭ്രമണപഥത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ഒരു പ്രദേശത്തിന് മുകളിലൂടെ കുറച്ചു സമയം മാത്രമേ അവയ്ക്ക് കടന്നുപോകാനാകൂ. ഈ പരിമിതിയാണ് ചൈനയുടെ പുതിയ ഉപഗ്രഹം മറികടന്നത്. കൂടുതൽ ഉയരത്തിൽ നിന്ന് വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കാൻ അതിശക്തമായ റഡാർ സിഗ്നലുകൾ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഊർജം നൽകാനാണ് ഗാലിയം നൈട്രൈഡ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഉപഗ്രഹത്തിലെ ഓരോ ആംപ്ലിഫയറും ഏകദേശം 800 വാട്ട് വരെ ഊർജമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൊത്തത്തിൽ 18,000 വാട്ട് ശേഷിയുള്ള സംവിധാനമാണ് ഈ ഉപഗ്രഹത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലത്തിൽ നിന്നുപോലും ഉയർന്ന വ്യക്തതയുള്ള ചിത്രങ്ങൾ ലഭ്യമാക്കി വരുന്നത്. ഈ സാങ്കേതിക വിദ്യയ്ക്ക് പിന്നിലെ മറ്റൊരു പ്രധാന കാര്യം ഗാലിയത്തിന്റെ ലഭ്യതയാണ്. അലുമിനിയം ഉൽപാദനത്തിന്റെ ഉപോൽപ്പന്നമായാണ് ഗാലിയം ലഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അലുമിനിയം ഉൽപാദക രാജ്യമായ ചൈനയാണ് ആഗോള ഗാലിയം വിതരണത്തിന്റെ 95% നിയന്ത്രിക്കുന്നത്. 2023 ഗാലിയം കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ അസംസ്കൃത വസ്തു ലഭ്യമാകുന്നത് കൂടുതൽ ദുഷ്കരമായി. കാലാവസ്ഥാ നിരീക്ഷണം, കാർഷിക ഗവേഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായാണ് തങ്ങൾ ഈ ഉപഗ്രഹം ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് ചൈനയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഏഷ്യ പസഫിക് മേഖലയിലെ സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാന വിവരങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കാൻ ഇതിലൂടെ ചൈനയ്ക്ക് കഴിയുമെന്ന ആശങ്ക അമേരിക്കയും സഖ്യരാജ്യങ്ങളും പങ്കുവെക്കുന്നു. കരയിലെയും കടലിലെയും ചെറിയ ചലനങ്ങൾ പോലും പകർത്താൻ കഴിയുന്ന ചൈനയുടെ ലൂഡിതാൻസ് എന്ന ഈ ഉപഗ്രഹം ബഹിരാകാശ നിരീക്ഷണ രംഗത്ത് ചൈനയ്ക്ക് വരും വർഷങ്ങളിൽ കൂടുതൽ തന്ത്രപരമായ മേൽക്കൈ നൽകുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.